ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആഹാരം കഴിക്കാനായി വന്നിരിക്കുന്ന അർച്ചനയെ അപമാനിക്കുകയാണ് അവന്തിക. ഇവളിവിടെ ആഹാരം കഴിക്കാനിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കില്ലെന്നും ഇവൾക്കെന്താ ഇത്ര ബോധമില്ല, രോഗാണുക്കളൊക്കെ ഇവളുടെ ശരീരത്തിൽ ഉണ്ടാകില്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ അവന്തികയെ നോക്കുകയാണ്. നിനക്കെന്താ ഒന്നും പറയാനില്ലേ? ഇങ്ങനെ കണ്ണും തുറച്ചിരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോകാൻ നോക്ക്. അല്ല, ഇവിടെ ആർക്കും ആഹാരം കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോളാൻ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എല്ലാവരും എല്ലാ ദിവസവും ഒരുമിച്ച് കഴിക്കാനിരിക്കുന്നത് പോലെ ഞാൻ വന്നിരുന്നതേ ഉള്ളൂ. സോറി, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പ്ലേറ്റ് എടുത്ത് പോകാനൊരുങ്ങുമ്പോൾ അനഘ പറയുകയാണ്, ഇവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഏട്ടത്തി എന്തിനാ ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്നത്? ഇവിടെ ഇരുന്നങ്ങ് കഴിച്ചാൽ മതി. ഇനി ഞങ്ങൾക്കാർക്കെങ്കിലും രോഗം വരുന്നെങ്കിൽ രോഗം വന്നോട്ടെ. അപ്പോൾ എനിക്ക് രോഗം വരട്ടെ എന്നാണോ നീ പറയുന്നതെന്ന് അവന്തിക അനഘയോട് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് പേടിയുണ്ടെങ്കിൽ ചേച്ചിക്ക് തന്നെ ആദ്യം രോഗം വരുമെന്ന് അനഘ പറയുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, എൻ്റെ പേരും പറഞ്ഞ് നിങ്ങളാരും വഴക്കിടണ്ട. ആഹാരം ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. അത് അടുക്കളയിൽ നിന്നായാലും തറയിൽ നിന്നായാലും കഴിച്ചാൽ പോരെ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ സേതു പറയുകയാണ്, അവന്തികെ നീ പറഞ്ഞത് അല്പം കടുത്തുപോയി. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അവള് എൻ്റെ അടുത്തല്ലേ വന്നിരുന്നത്, ഇവിടേക്ക് ആകെ രോഗാണുക്കൾ കാണും. ഇനി പാത്രങ്ങളെല്ലാം ചൂടുവെള്ളത്തിലിട്ടിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കില്ല. അങ്ങനെ അവന്തിക പോകാനൊരുങ്ങുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, അവന്തിക ഒന്നവിടെ നിന്നേ. നിനക്ക് ആഹാരം വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട. അത് വേസ്റ്റ് ബോക്സിലിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ട് നീ അങ്ങ് പോയാൽ മതി. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അങ്ങനെ പറ്റില്ലല്ലോ. ഞാനും മാതിരിയും കൂടിയേ ഫുഡൊക്കെ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞ് ആ പാത്രം കഴുകി വെച്ചിട്ട് പോയാൽ മതി. ഇവിടെ ആരും ആരുടെയും ജോലിക്കാരൊന്നുമല്ല. മേലിൽ ഇതുപോലുള്ള അഹങ്കാര സ്വഭാവം ഇവിടെ കാണിക്കരുതെന്നും മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കാനും സേതു പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ കഴിക്കാനിരിക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തിക ഇരുന്നുടൻ തന്നെ ആതിരയും അനഘയും എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എവിടെ പോകുന്നെന്ന് സേതു ചോദിക്കുമ്പോൾ ഞങ്ങൾ അച്ചുചേച്ചിയുടെ കൂടെ അടുക്കളയിലിരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞ് ആതിരയും അനഘയും കൂടി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് അവരെ അടുക്കളയിൽ കാണുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പേടിയില്ലേ? ചിക്കൻ ബോക്സ് വന്നല്ലേ ഞങ്ങളങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അർച്ചനയുടെ ഒപ്പം തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, ഇനി എനിക്കുള്ള ആഹാരം കൂടി നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് തന്നാൽ മതി. സ്നേഹയുടെ രോഗം മാറുന്നതുവരെ ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. എൻ്റെ ഏട്ടത്തി അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഏട്ടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനഘ ചോദിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന വിഷമത്തോടെ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിനെ വിളിക്കുന്നതാണ്. നമ്മൾ തമ്മിലുള്ള കരാറ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടാകുന്നത് നിനക്കിഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ധനുഷും പറയുന്നു. നെല്ലിശ്ശേരി വീട് മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ജീവിതം, അതായിരുന്നു നമ്മുടെ കരാറ്. പകയും പ്രതികാരവും മാത്രമല്ല, പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാനുള്ളത് കൂടിയാ ജീവിതം. അതെനിക്ക് മനസ്സിലാക്കി തന്നത് സ്നേഹയാണെന്ന് ധനുഷ് പറയുന്നു. ആ ഫോട്ടോ നിന്നെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇനിയും കോപ്പികൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എന്താണെങ്കിലും നീ തിരികെ നെല്ലിശ്ശേരിയിലെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരസ്പരം ഒന്ന് കാണണം. പറയേണ്ടത് പറഞ്ഞു തന്നെ തീർക്കണമെന്ന് അവന്തിക പറയുമ്പോൾ എനിക്ക് സ്നേഹയുടെ കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ധനുഷ് കോള് കട്ട് ചെയ്യുകയാണ്. ധനുഷ് എപ്പോഴാണ് വരുന്നതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഉടനെ വരാമെന്ന് ധനുഷ് പറയുന്നു. നാളെ കുളിച്ചുകൂടി കഴിയുമ്പോൾ എൻ്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറുമെന്നാണ് അർച്ചനേട്ടത്തി പറഞ്ഞത്. ആ സമയം ധനുഷ് ഇവിടെ കാണണമെന്ന് എനിക്കുണ്ടെന്ന് സ്നേഹ പറയുമ്പോൾ ഉടൻ തന്നെ എത്താൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് കോള് കട്ട് ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹ കുളിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ സ്നേഹയുടെ രോഗം പൂർണ്ണമായും മാറിയിരിക്കുന്നു. അർച്ചന എല്ലായിടത്തും കർപ്പൂരം പുകച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, എന്താണെങ്കിലും എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് നന്നായി. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ ഓരോ കാര്യങ്ങളായി എടുത്തു പറയുകയാണ് സ്നേഹ. എൻ്റെ സ്നേഹേ, നീ എന്നെ അങ്ങ് മാലാഖയാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ധനുഷ് വരികയാണ്. ധനുഷിനെ കണ്ടയുടൻ തന്നെ സ്നേഹ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അർച്ചനയെ കണ്ടയുടൻ തന്നെ ധനുഷ് കൈകൂപ്പി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ധനുഷ് കാണിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സാധാരണ ദൈവങ്ങളുടെ മുമ്പിലാ എല്ലാവരും കൈകൂപ്പുക എന്നും അർച്ചന മേഡം ഇപ്പോൾ എനിക്ക് ദൈവതുല്യമാണെന്നും ധനുഷ് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.